പൊട്ടിത്തെറിച്ചു രാജു. അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ മാഡം. ആർക്കും തോന്നിപ്പോകുന്ന കാര്യം മാഡത്തിനും തോന്നിപ്പോയി. അത് സ്വാഭാവികമല്ലേ? എന്നാലും രാജു, ഞാൻ ഇന്നലെ മാഡത്തിനോട് പറഞ്ഞില്ലേ, അമ്മ ഒരു ദുഷ്ടയാവാൻ യാതൊരു സാധ്യതയില്ലാന്ന്. അമ്മ മാഡത്തിനെ വിട്ട് ദൂരെ എങ്ങും പോയിരുന്നില്ല. മാഡത്തിനെ എപ്പോഴും കാണാവുന്ന അകലത്തിൽ തന്നെയായിരുന്നു മാഡത്തിന്റെ അമ്മ നിന്നത്. അവര് മാഡത്തിന്റെ ജീവിതത്തിലെ പല പ്രധാന കാര്യങ്ങൾക്കും സാക്ഷിയായിരുന്നു. പിന്നെ എന്തിനാ രാജു അമ്മ എന്നെ വിട്ടിട്ട് പോയത്? എന്തിനാ അമ്മ എന്റെ സ്വന്തം അമ്മയാണെന്നുള്ള കാര്യം എന്നോട് മറച്ചു വെച്ചത്? മീരയാണെന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അമ്മ എന്നെ വിട്ടിട്ട് ഇത്ര നാളെ എവിടെയായിരുന്നു രാജു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മകളെ ഉപേക്ഷിച്ചു പോയ ഒരു അമ്മയല്ല പത്മാവതി മാഡം. ഇപ്പൊ മാഡത്തിന് മനസ്സിലായില്ലേ? വർമ്മ സാറും പത്മാവതി മാഡവും വളരെ നല്ലവരാ. പക്ഷേ പിന്നെ എന്തിനായിരിക്കും അവര് പരസ്പരം പിരിഞ്ഞത്? എന്തിനാ സ്വന്തം മകളെ വിട്ട് അവരിങ്ങനെ മാറി നിൽക്കുന്നത്? ഒരു നോർമൽ സെൻസ് വെച്ച് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. വർമ്മ സാറിന്റെ പത്മാവതി മാഡത്തിന്റെ ജീവിതത്തിൽ കയറി ആരോ കളിച്ചിട്ടുണ്ട്. അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. പിന്നെ അമ്മ 1 കിലോ ചെറുപയറും കൂടെ എഴുതണേ. ഇതെന്താ രാധമ്മ അടുക്കള പണി നിർത്തി കഥ എഴുത്തു തുടങ്ങിയോ? പലചരക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് ആയി എഴുതുന്നേ. കഥ എഴുത്ത് തുടങ്ങിയോന്ന്. നിങ്ങൾക്ക് എന്താ അമ്മേ? എനിക്ക് കുന്തം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ നേരെ വന്നാലുണ്ടല്ലോ നിന്റെ കട്ടയും പടമൊക്കെ ഞാൻ പൂട്ടിക്കെട്ടും. ജേട്ടനൊന്ന് ചുമ്മാ ഇരുന്നൂടെ? വടി കൊടുത്ത് അടി മേടിക്കാതിരിക്കുന്ന എന്തിനാ? ഭാര്യയുടെ ഉപദേശം കേട്ട് പെറ്റതള്ളി അങ്ങോട്ട് കൊല്ലടാ, കൊല്ല്. എന്റെ ജയന്റെ അമ്മ ഒന്ന് വഴക്കുണ്ടാക്കാതിരിക്കേ. ഞാനൊന്ന് എഴുതി തീർത്തോട്ടെ. ആ എഴുത്ത് തെറ്റിച്ച് പപ്പടം എഴുതിയത് പടമായി പോയി. ഒരിപ്പങ്ങ് പോയില്ലേ? ഓ അത് നന്നായി. അങ്ങനെയെങ്കിലും രാധാമ ഒന്ന് ചിരിച്ചല്ലോ. ഇപ്പായിക്ക് സ്തുതി. ആ ചിരി ഇപ്പമായി. ലിസ്റ്റ് തയ്യാറായോടി? അല്ല ഈ ജയനെ ഇവിടെ ഇരിക്കുമ്പോ ഈ പൊരിവയിലത്തെ അച്ഛനെ എന്തിനാ വിടുന്നത്? എവര് പോയി വാങ്ങിച്ചോണ്ട് വന്നൂടെ? മിസ്റ്റർ ജയനെ എന്റെ 1-ാം തരം മരുമകനാ. മരുമക്കളെ ഏതെങ്കിലും അമ്മായിച്ചൻ കടയിൽ വിടുമോ? കടയിൽ വിടാത്തത് മരുമോനോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. കാശ് കൊടുത്ത് കടയിൽ വിട്ടാലേ എന്റെ സത്യസന്ധനായ മോയ് അതുകൊണ്ടുപോയി പുട്ടടിക്കും. അതാ എന്റെ ജേട്ടൻ അത്ര തറപ്പണികളൊന്നും ചെയ്തില്ല. അവളൊരു ജയ്യാട്ടായി. എവളാണ് ഒരു തരത്തിൽ എവനെ ഇങ്ങനെ വഷളാക്കുന്നത്? കോട്ടെ ജയന്റെ അമ്മ പിള്ളേരല്ലേ? പിന്നെ ഒരു മുതിർന്ന പിള്ളേരുടെ അച്ഛനാ ജയൻ. പിള്ളേരല്ലെന്ന് പോലും. ഞാൻ ആ കൃതിക കൊച്ചിനോട് വളരെ മോശമായിട്ട് പെരുമാറിയത് ഒട്ടും ശരിയായില്ല. എനിക്ക് തന്നെ വല്ലാത്ത കുറ്റബോധം. ഫോണെടുത്തില്ലല്ലോ. ആ വർമ്മ സാറ് രാജുവിനെ കൈയൊഴിയില്ല. കോവിലകത്തെ സ്വത്തുക്കളെല്ലാം രാജുവിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതുപോലെ വർമ്മ സാറിന്റെ സ്വത്തുക്കളും രാജുവിന് കൊടുക്കും. എന്തായാലും പിണക്കിയത് മോശമായി പോയി. ഇത്രയും കാശുള്ളവരൊക്കെ പിണക്കി നിർത്തുന്നത് ശരിയല്ല. പിന്നെ കാശുള്ളവര് എന്റെ ജയന്റെ അമ്മ മുമ്പും ഇതുപോലെ തന്നെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഭിമാന സ്തംഭം എന്റെ മോൻ രാജു.
അവസാന നിമിഷം അവൻ എല്ലാം വേണ്ടെന്ന് വെക്കും. ഈ ദുരഭിമാനം എന്ന് പറയും, ദുരഭിമാനം. അച്ഛനും മോനും ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഹും, അവര് നല്ലവരായിരുന്നെങ്കിൽ ഞാനും എന്റെ പിള്ളേരും ഈ വാടക വീട്ടിൽ കിടക്കുമായിരുന്നോ? അതെ, ഇത്രയും കോടികളുള്ളവരായിട്ടുള്ള ബന്ധം ഒരു വീടെങ്കിലും ചോദിച്ചു വാങ്ങിച്ചു. ആ കൊച്ചിനോട് അങ്ങനെ അകലുന്നത് ശരിയല്ല. അതൊക്കെ ഒട്ടുകൂടിയാലോ എന്ന് ആലോചിക്കുകയാണ്. അതെ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ആ പെങ്കുച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ആ കോവിലകത്തിന്റെ മുഴുവൻ ചുമതലയും അവര് രാജുവിന് കൊടുത്തല്ലോ. ഉം. ഓ, എന്തുമാത്രം വരുമാനം ആ കോവിലകത്തേക്ക് കുമിഞ്ഞു കൂടുന്നത്. പിന്നെ കുറെ കാര്യസ്ഥന്മാര് കട്ടുമുടിപ്പിക്കുകയല്ലേ. പിന്നെ രാജുവിനോട് സംസാരിച്ചിട്ട് ഞാൻ ആ കോവിലകത്തേക്ക് താമസം മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും കോവിലകത്തേക്ക് ഒരു മഹാറാണി അത്യാവശ്യമല്ലേ. ഞാൻ രാജുവിന്റെ ബന്ധുവല്ലേ, പിന്നെ ഞാനായാലും എന്താ കുഴപ്പം?